വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5th മൊഡ്യൂളിലെ സ്ക്രൂ ത്രെഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഡ്ജ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആയിരിക്കും. റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മല കുന്നെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയുള്ള മലയാണ് റിഡ്ജ് എന്ന് പറയുന്നത്. വാലി എന്ന് പറയുന്നത് ആ താഴ്വരയെ പറയുന്നവരാണ് വാലി. അപ്പം ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഡ്ജ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ് വിച്ച് ഫോളോസ് the path of a helix around the cylinder or cone either externally or internally. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ഹെലിക്സിൻ്റെ പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്. അത് സിലിണ്ടറിലാവാം അല്ലെങ്കിൽ ഒരു കോണിക്കൽ സർഫസിലാവാം. അത് ഇന്റേണലി ആകാം, ഉള്ളിലൂടെ ആകാം, അല്ലെങ്കിൽ എക്സ്റ്റേണലി പുറത്തൂടെ ആകാം. ഓക്കെ, അപ്പോൾ ത്രെഡ് എന്ന് പറയുന്ന ഒരു റിഡ്ജ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ് വിച്ച് ഫോളോസ് ദ പാത്ത് ഓഫ് എ ഹെലിക്സ് അറൌണ്ട് ദ സിലിണ്ടർ ഓർ കോൺ either externally or internally. നെക്സ്റ്റ് ഹെലിക്സ് എന്താണെന്ന് നോക്കാം. ഹെലിക്സ് എന്ന് പറയുന്നത് ഡ്രോയിങ് ആസ്പെക്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്, നമുക്ക് ഇതിനാവശ്യമില്ല എങ്കിലും പറഞ്ഞേക്കാം. ഹെലിക്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കർവ് ആണ്. ഓക്കെ, ഈസ് എ ടൈപ്പ് ഓഫ് കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് വിച്ച് മൂവിങ് അറ്റ് എ യൂണിഫോം സ്പീഡ് അറൌണ്ട് ദ സിലിണ്ടർ, ഓക്കെ, അല്ലെങ്കിൽ കോൺ, ആൻഡ് അറ്റ് ദ സെയിം ടൈം മൂവ്സ് അറ്റ് യൂണിഫോം സ്പീഡ് പാരലൽ ടു ദ ആക്സിസ്. ഈ ആക്സിസിന് പാരലലായിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഒരേ സമയം കറങ്ങുകയും ചെയ്യും, ആക്സിലി മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ ഇങ്ങനെയായി നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ത്രെഡിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ്. പർപ്പസ് ഓഫ് ത്രെഡ് നമ്മൾ ഫാസ്റ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ബോൾട്ട് ആൻഡ് നെറ്റാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. പിന്നെ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ലീഡ് സ്ക്രൂവിൽ ഹാഫ് നെറ്റ് മെക്കാനിസം ഓക്കെ എൻഗേജ് ചെയ്യാൻ നേരത്ത് ത്രെഡ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ മോഷന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ യൂസ്ഡ് ഇൻ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇപ്പോൾ മൈക്രോമീറ്ററിൻ്റെ സ്പിൻഡിലൊക്കെ ഈ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സ്ക്രൂ ജാക്ക്, ഇപ്പോൾ ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ക്രൂ ജാക്കിൽ നമ്മൾ സ്ക്വയർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എലിവേറ്റിംഗ് ആം ഓഫ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻസ്, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നെന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ത്രെഡിൻ്റെ ടെർമിനോളജി എന്ന് പറയുന്നത്, എലമെൻറ്റ്സ് ഓഫ് ത്രെഡ്. അപ്പോൾ ആ ത്രെഡിൻ്റെ ആ പാർട്ടിൻ്റെ നെയിമിങ്ങിനെയാണ് ആ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, പിച്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെ ത്രെഡ് ആംഗിൾ ഉണ്ട്. ഓക്കെ, പിന്നെ റൂട്ട് എന്ന് പറയുന്ന ഏരിയ, പിന്നെ ക്രസ്റ്റ്, പിന്നെ ലീഡ് ആംഗിൾ, ഓക്കെ, ഫ്ലാങ്ക്, പിച്ച് ഡയമീറ്റർ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് മിനിമം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവ ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മേജർ ഡയമീറ്റർ ആണ്. മേജർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഡയമീറ്റർ ഓവർ വിച്ച് ത്രെഡ് ഈസ് കട്ട് ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ ലാർജസ്റ്റ് ഡയമീറ്റർ ഓവർ വിച്ച് ത്രെഡ് ഈസ് കട്ട്, ആ ത്രെഡ് കട്ട് ചെയ്യുന്ന ആ ലാർജസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് external thread, and in the case of internal thread it is the largest diameter resulting after cutting the thread. ഇപ്പോൾ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലാർജസ്റ്റ് ഡയമീറ്റർ ആണ് മേജർ ഡയമീറ്റർ എന്നും അറിഞ്ഞിരിക്കുക. എക്സ്റ്റേണൽ ത്രെഡിൻ്റെ കേസിൽ ലാർജസ്റ്റ് ഡയമീറ്റർ ഓവർ വിച്ച് എ ത്രെഡ് ഈസ് കട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മേജർ ഡയമീറ്ററിനെ വെച്ചിട്ടാണ് നമ്മൾ ത്രെഡ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ക്രൂ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക്കേഷൻ പറയുന്നത് മേജർ ഡയമീറ്റർ വെച്ചിട്ടാണ്. അതിന് പറയുന്ന മറ്റൊരു പേരും കൂടെ പഠിച്ചിരിക്കുക, നോമിനൽ ഡയമീറ്റർ. ഓക്കെ, ഈ പേരും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മേജർ ഡയമീറ്റർ തന്നെയാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈനർ ഡയമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഫോംഡ് ആഫ്റ്റർ എക്സ്റ്റേണൽ ത്രെഡ് ഈസ് കട്ട്. അപ്പോൾ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സ്മോളസ്റ്റ് ഡയമീറ്ററിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇന്റേണൽ ത്രെഡിൻ്റെ കേസിൽ ഇൻ ദ കേസ് ഓഫ് ഇന്റേണൽ ത്രെഡ് ഇറ്റ് ഈസ് എ ഡയമീറ്റർ ഓവർ വിച്ച് ത്രെഡ് ഈസ് കട്ട്. അപ്പോൾ ഈ ഡയമീറ്ററിന് ഓവറായിട്ടാണ് ഇന്റേണൽ ത്രെഡിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇന്റേണൽ ത്രെഡ് എന്ന് പറയാൻ നേരത്ത് നെറ്റിൻ്റെ കാര്യം ഓർത്താൽ മതി. ഓക്കെ, ഈ ബോൾട്ടിൻ്റെ കേസാണ് എക്സ്റ്റേണൽ ത്രെഡായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം മേജർ ഡയമീറ്റർ തന്നിട്ട് മൈനർ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറയുന്നു. മൈനർ ഡയമീറ്റർ, ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. മേജർ ഡയമീറ്റർ മൈനസ് മേജർ ഡയമീറ്റർ മൈനസ്
2 ഇൻറ്റു ഡെപ്ത് ഓഫ് ത്രെഡ്. ഓക്കെ, ഈ ഡെപ്ത് എന്ന് പറയുന്നത് പല ഫോംസിനും പല വാല്യൂ ആയിരിക്കും. ഇപ്പം മെട്രിക് ത്രെഡിൻ്റെ കേസിൽ അത് 0.6134p ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് ഈ ഡിയുടെ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. മൈനർ ഡയ കണ്ടുപിടിക്കാനായിട്ട് മേജർ ഡയ മൈനസ് 2 ഇൻറ്റു ഡെപ്ത് ഓഫ് ത്രെഡ്. അപ്പോൾ ഡെപ്ത് ഓഫ് ത്രെഡ് എന്താണെന്ന് നമുക്ക് വഴിയെ പഠിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ ആണ്. ഇതെന്ന് പറയുന്ന ഒരു ഇമാജിനറി ഡയമീറ്റർ ആണ്. ഓക്കെ, ഇമാജിനറി സിലിണ്ടർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ആൻ ഇമാജിനറി സിലിണ്ടർ വിച്ച് പാസസ് ത്രൂ ദ ത്രെഡ് സച്ച് ദാറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ സ്പേസ് ഈസ് ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ ത്രെഡ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ത്രെഡിൻ്റെ വിഡ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മേജർ ഡയമീറ്റർ മൈനസ് 1 ഡെപ്ത്. അതായത് പിച്ച് ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഡയ മൈനസ് 1 ഡെപ്ത് ആണ്, 1d. ഓക്കെ, ഇതിലെന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. ഓക്കെ, ഈ പിച്ച് ഡയ എന്ന് പറയുന്നത് ഈ കാണുന്ന അതൊരു ഇമാജിനറി, ഇപ്പം നെറ്റും ബോൾട്ടുമായിട്ട് അറേഞ്ച് ചെയ്യാൻ നേരത്ത് ആ ത്രെഡ് തമ്മിൽ എൻഗേജ് ചെയ്യാൻ നേരത്ത് അത് തമ്മിലൊരു പ്യുർ റോളിങ് നടക്കുന്ന ആ ഒരു പോർഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ പിച്ച് സർക്കിൾ ഡയമീറ്റർ ഗിയറിൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഈ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഒരു നെറ്റ് ആൻഡ് ബോൾട്ട് അസംബ്ലിയിൽ ഉണ്ടാകുന്ന ഒരു ഇമാജിനറി ഡയമീറ്ററാണ് ഈ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു ഡയമീറ്ററാണ് ഈ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിച്ച് ഓഫ് ത്രെഡ്. പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ അഡ്ജസ്റ്റന്റ് ത്രെഡ് മെഷേർഡ് പാരലൽ ടു ദ ആക്സിസ്. അതായത് ഇപ്പോൾ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്നത് ത്രെഡിൻ്റെ ഈ എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ അടുത്ത ത്രെഡിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് എടുക്കുന്നു. അപ്പോൾ ഈ ആക്സിസിന് പാരലായിട്ട് എടുക്കുന്ന ഈ ഡയമെൻഷനാണ് പിച്ച് എന്ന് പറയുന്നത്, ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 2 റൂട്ടിൻ്റെ എടുക്കാം. ഈ താഴെയുള്ള ഭാഗത്തിനാണ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ അഡ്ജസൻറ്റ് ത്രെഡ് മെഷേർഡ് പാരലൽ ടു ദ ആക്സിസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പ് സർഫസ് ജോയിനിങ് ദ ഫ്ലാങ്സ് ഓഫ് ദ സെയിം ത്രെഡ്. അപ്പോൾ ഫ്ലാങ്ക് എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് കാണും. ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഈ സ്ലാൻഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഏരിയയാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡിൻ്റെ ടോപ്പ് സർഫസ് ജോയിൻ ചെയ്യുന്ന ഇറ്റ് ഈസ് ദ ടോപ്പ് സർഫസ് ജോയിനിങ് ദ ഫ്ലാങ്സ് ഓഫ് ദ സെയിം ത്രെഡ്. സെയിം ത്രെഡിൻ്റെ ഫ്ലാങ്സ് ജോയിൻ ചെയ്യുന്ന ടോപ്പ് സർഫസിനെ പറയുന്ന പേരാണ് ക്രസ്റ്റ്. അതുപോലെ തന്നെ ബോട്ടം സർഫസ് ജോയിനിങ് ദ ഫ്ലാങ്സ് ഓഫ് ദ അഡ്ജസൻറ്റ് ത്രെഡ് ഈസ് കോൾഡ് റൂട്ട്. ഇപ്പോൾ 2 അഡ്ജസൻറ്റ് ത്രെഡുകൾ തമ്മിൽ ആ ഫ്ലാങ്ക് സർഫസ് ജോയിൻ ചെയ്യുന്ന ഈ 2 അഡ്ജസൻറ്റ് ത്രെഡിൻ്റെ ഫ്ലാങ്ക് സർഫസ് ജോയിൻ ചെയ്യുന്ന ബോട്ടം സർഫസിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാങ്ക്. ഈ ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഈ ക്രസ്റ്റിനെയും റൂട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സർഫസിനെ പറയുന്ന പേരാണ് ഫ്ലാങ്ക്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഇറ്റ് ഈസ് ദ സർഫസ് കണക്റ്റിംഗ് ദ ക്രസ്റ്റ് ആൻഡ് ദ റൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ത്രെഡ് ആംഗിൾ ആണ്. ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ 2 ഫ്ലാങ്സ് ഓഫ് ത്രെഡ്. 2 ഫ്ലാങ്കുകൾക്കിടയിലുള്ള ഇതാണ് ഫ്ലാങ്ക്. ഓക്കെ, ഇതിനെയാണ് ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഫ്ലാങ്ക് ആംഗിൾ എന്നും പറയും. ഇപ്പോൾ 2 ഫ്ലാങ്കുകൾക്കിടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിളിനെയാണ് ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ ഡെപ്ത് ഓഫ് ത്രെഡ്, ഇത് മിക്കപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ആൻഡ് ദ റൂട്ട് ഓഫ് ദ ത്രെഡ്. ക്രസ്റ്റും റൂട്ടിനും ഇടയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ക്രസ്റ്റും റൂട്ടും ഇടയ്ക്കുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസിനെയാണ് ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹെലിക്സ് ആംഗിൾ ആണ്. ഹെലിക്സ് ആംഗിൾ. അപ്പം ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അതിന് വേറൊരു പേര് കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലീഡ് ആംഗിൾ. ഓക്കെ, ലീഡ് ആംഗിൾ എന്നുള്ള രീതിയിൽ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ വിച്ച് ദ ഹെലിക്സ് മേക്സ് വിത്ത് എ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ഇപ്പോൾ
ഇതാണ് നമ്മുടെ ആക്സിസ്. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മുടെ ഹെലിക്സ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മേക്ക് ചെയ്യുന്ന ആ ആംഗിളിനെ പറയുന്ന പേരാണ് ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. ടാൻ ആൽഫ ഇസിക്കൽ ടു ലീഡ് ബൈ പിച്ച് ഡയമീറ്റർ. ഇതിൽ ആൽഫ എന്ന് പറയുന്ന ഹെലിക്സ് ആംഗിളിൻ്റെ ഡിഗ്രീസ് ആണ്. പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ത്രെഡിൻ്റെ പിച്ച് ഡയമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പിന്നെ ഇതിൽ വേറൊരു ടേമും കൂടെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം പിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, പിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. ആ ഒരു സ്ലോപ്പ് എന്താണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വേണേൽ ചോദിക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പിച്ച് ബൈ 2. ഓക്കെ, ഹാഫ് ഓഫ് പിച്ചിനെയാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, ഹാൻഡ് ഓഫ് ത്രെഡ്. ഹാൻഡ് ഓഫ് ത്രെഡ് ഇസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ത്രെഡ് ഈസ് ടേൺ ടു അഡ്വാൻസ്. ഇഫ് ദ ഡയറക്ഷൻ ഈസ് ക്ലോക്ക് വൈസ് ഇറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിലാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്നും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണെന്നും മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്റ്റാർട്ട് ഓഫ് ത്രെഡ്. ഇപ്പോൾ സിംഗിൾ സ്റ്റാർട്ട് ഉണ്ട്, മൾട്ടി സ്റ്റാർട്ട് ഉണ്ട്. ഓക്കെ, വെൻ ദർ ഈസ് ഓൺലി വൺ ഹെലിക്സ് ഫോർമേഷൻ ഓൺ എ വർക്ക് ദ സ്റ്റാർട്ട് ഓഫ് ദ ത്രെഡ് ഈസ് നോൺ ആസ് സിംഗിൾ സ്റ്റാർട്ട്. ഇപ്പോൾ ഒരു ഹെലിക്സേ ഫോം ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ സിംഗിൾ സ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ഹെലിക്സ് then thread is known as multi-start thread. Starting point of thread is, in the case of multi-start threads, are equally spaced on the face of the work and may be determined by careful look at the face to know number of start. നമ്പർ ഓഫ് സ്റ്റാർട്ട് മനസ്സിലാക്കാനായിട്ട് ആ ത്രെഡിൻ്റെ ഫേസിൽ നമ്മൾ നോക്കണമെന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടി സ്റ്റാർട്ട് ത്രെഡും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മനസ്സിലാക്കി വെക്കുക. ഒന്നിൽ ഒരു ഹെലിക്സ് ഫോർമേഷനെ കാണത്തുള്ളൂ, മറ്റേതിൽ മോർ ദാൻ വൺ ഹെലിക്സ് ഫോർമേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത്. Threads of any form can be cut having multi-starts depending upon their application. അപ്പോൾ ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് കട്ട് ചെയ്യാനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. ഹെലിക്സ് ആംഗിൾ ഓഫ് എ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഓഫ് ഡെഫിനിറ്റ് പിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. അപ്പോൾ ഇതിൻ്റെ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ആയിരിക്കും സിംഗിൾ സ്റ്റാർട്ടിനെ അപേക്ഷിച്ച്. ഓഫ് ദ സെയിം പിച്ച് കട്ട് ഓൺ ദ സെയിം ഡയമീറ്റർ. മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്സ് മേ ബി ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡും ആകാം റൈറ്റ് ഹാൻഡും ആകാം. ഓക്കെ, ത്രെഡ്സ് അക്കോർഡിംഗ് ടു ദ നീഡ്, നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച്. പിന്നെ ഇത് പെട്ടെന്നായിരിക്കും അഡ്വാൻസ് ചെയ്യുന്നത്. ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറയുന്നത് കൂടുതൽ ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്യും ഒറ്റതിൽ തന്നെ. ഓക്കെ, അതിൽ നിന്നാണ് നമുക്ക് ലീഡ് എന്ന് പറഞ്ഞൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡ് ഈസ് ഓൾവേസ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്സ് വിച്ച് വിൽ ബി ഈക്വൽ ടു ദ പിച്ച് ഓഫ് ദ ത്രെഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ നമ്പർ ഓഫ് സ്റ്റാർട്ട്. എത്ര സ്റ്റാർട്ട് ഉണ്ട് അതേ ഇൻറ്റു പിച്ചാണ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 2 സ്റ്റാർട്ട് ആണെങ്കിൽ അവിടെ 2 എന്ന് കൊടുക്കുക. 2 ഇൻറ്റു പി ആണ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ടൈംസ് പിച്ചായിരിക്കും അവിടുത്തെ ലീഡ് വരിക. സിംഗിൾ സ്റ്റാർട്ട് ആണെങ്കിൽ ഈ പിച്ചും ലീഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്സ് ആർ കട്ട് ഓൺ പാർട്സ് ടു ഹാവ് ഫാസ്റ്റർ ട്രാൻസ്മിഷൻ. അപ്പോൾ ഫാസ്റ്റർ ട്രാൻസ്മിഷൻ വേണ്ട സ്ഥലങ്ങളാണ് ഈ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്സ് കട്ട് ചെയ്യുന്നത്. വിത്ത് ദ ഡയമീറ്റർ ഓഫ് ദ വർക്ക് പിച്ച് ഓഫ് ദ ത്രെഡ് ബീങ് കെപ്റ്റ് ടു ദ മിനിമം. അവിടെ പിച്ച് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ക്ലിയറൻസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഇറ്റ് ഈസ് എ സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ത്രെഡ്സ് ടു ഫെസിലിറ്റേറ്റ് ഈസി റൊട്ടേഷൻ ഓഫ് ദ ത്രെഡഡ് പാർട്സ്. അപ്പോൾ നമ്മൾ നെറ്റ് ആൻഡ് ബോൾട്ട് ടൈറ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ക്ലിയറൻസ്, ഒരു സ്പേസ് ലെഫ്റ്റ് ചെയ്യും, അത് ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അതിന് പറയുന്ന പേരാണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മൾട്ടി സ്റ്റാർട്ട് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്സിൻ്റെ കേസ്. Threads are formed on screws in a helix. Helix is the path of point traveling around an imaginary cylinder such that axial and circumferential velocity is maintained at a constant ratio. When a single helix is making a screw, it is called a single start thread. In single start thread, lead and pitch are same. അപ്പോൾ ഈ പോയിന്റ് PSCയിൽ ചോദിക്കാറുള്ളതാണ്. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ ലീഡും പിച്ചും സെയിം ആയിരിക്കും. 2 സ്റ്റാർട്ട് ത്രെഡിൽ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാർട്ടിൽ one thread is found within the other exactly in the middle. ഒരു ത്രെഡ് എന്ന് പറയുന്നത് മറ്റേതിൻ്റെ മിഡിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, ദിസ് ഇനേബിൾസ് ദ ലീഡ് ഓഫ് ദ ഹെലിക്സ് ഇൻക്രീസ് വിത്തൗട്ട് ഇൻക്രീസിങ് പിച്ച്. പിച്ച് കൂട്ടാതെ തന്നെ ലീഡ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ഇനേബിൾസ് ലീഡ് ഓഫ് ദ ഹെലിക്സ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ പിച്ച്. പിച്ച് കൂടാതെ തന്നെ നമുക്ക് ലീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് നേരത്തെ പറഞ്ഞത്. ലീഡ് എന്ന് പറയുന്നത് പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിൽ ആ നമ്പർ ഓഫ് സ്റ്റാർട്ട്സിൻ്റെ അവിടെ 2 കൊടുക്കുക. 2p ആയിരിക്കും ലീഡ് എന്ന് പറയുന്നത്. എ സ്ക്രൂ ത്രെഡ് മേ ഹാവ് എനി നമ്പർ ഓഫ് സ്റ്റാർട്ട്. The general term for such threads other than single start is multi-start. അതിനെ multi-start എന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് multi-start threads can be found in fly press, pen capsലൊക്കെ നമ്മൾ യൂസ് ചെയ്യും. multi-start thread makes it possible to keep the depth of thread less and provides rapid axial movement of the screws. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ക്രൂസ് മൂവ് ചെയ്യാനും ഡെപ്ത് ഓഫ് ത്രെഡ് കുറച്ച് നിർത്താനും ഇത് കീപ്പ് ചെയ്യും. ഓക്കെ, multi-start thread യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിൻലി ലീഡും പിച്ചും തമ്മിലുള്ള റിലേഷൻ അറിയുക, നമ്പർ ഓഫ് സ്റ്റാർട്ട് വരാൻ നേരത്ത് ആ കാര്യം ഓർക്കുക. ഓക്കെ, ഇപ്പോൾ ലീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബോൾട്ടിൽ നമ്മൾ നെറ്റ് ഇടുന്നു. ഓക്കെ, ഈ നെറ്റ് ഒരു വട്ടം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ആക്ച്വലി ആ നെറ്റ് എത്രയും മൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ സ്റ്റാർട്ടിൻ്റെ കേസിൽ ഈ ലീഡും ആ പിച്ചും സെയിം ആയിരിക്കും. ഡബിൾ സ്റ്റാർട്ട് എന്ന് പറയാൻ നേരത്ത് അത് 2 ടൈംസ് ആയിരിക്കും. ഓക്കെ, ലീഡിനെ കുറിച്ച് ടെർമിനോളജിയിൽ കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ലീഡ് എന്ന് പറഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ലീഡിന് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ലീഡ് എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻസിൽ 1/TPA ത്രെഡ്സ് 1 ത്രെഡ്സ് പെർ ഇഞ്ച് എന്നുള്ള രീതിയിലും ചോദിക്കാം. ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സ് ആണ് അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് വി ത്രെഡ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വി ത്രെഡ് ഒന്ന് BSW ത്രെഡ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. ഡെഫിനിഷനായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസിൽ. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്. ഓക്കെ, BSW ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്. പിന്നെ BSF ത്രെഡ് ഉണ്ട്. ഈ BSWയുടെ തന്നെ ഫൈൻ ഫോമിലുള്ള ത്രെഡാണ്, അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്തിന് പകരം ഫൈൻ ത്രെഡ്. ഇനി BSP ഉണ്ട്, ഇതും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് തന്നെയാണ്, പൈപ്പ് ത്രെഡാണ്. പി എന്ന് ഉദ്ദേശിക്കുന്ന പൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് BA ത്രെഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഐസോമെട്രിക് ത്രെഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ മെട്രിക് ത്രെഡ്. പിന്നെ അമേരിക്കൻ നാഷണൽ ത്രെഡ് ഉണ്ട്, അതിന് സെല്ലേഴ്സ് ത്രെഡ് എന്ന് പറയും. അപ്പോൾ ഈ അടുത്ത പേരും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കയറി വരും. ഓക്കെ, BIS മെട്രിക് ത്രെഡ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെട്രിക് ത്രെഡ്. ഓക്കെ, BIS മെട്രിക് ത്രെഡ് അത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് BSW ത്രെഡിനെ കുറിച്ച് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളാണ്. അതിലാണ് ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്നത്, 55 ഡിഗ്രിയാണ്. ഇനി അവർ ചിലപ്പോൾ BSFൻ്റെ ചോദിക്കാം, BSF അല്ലെങ്കിൽ BSP, ഇതിൻ്റെ എല്ലാം 55 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് 0.6403 ഇൻറ്റു P. ഡെപ്ത് എന്ന് പറയുന്നത് ഓക്കെ 0.6403 P, അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകളിൽ 6413 എന്നുള്ള നിലക്കും 6431 എന്നുള്ള നിലക്കും കാണാറുണ്ട്. അപ്പം 0.64 ആണ് മിക്കപ്പോഴും നമ്മുടെ PSCയുടെ ആൻസർ കീഴിൽ കാണാറ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ഓഫ് ടു ഡെഫിനിറ്റ് റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ ക്രസ്റ്റും റൂട്ടും റൗണ്ടഡ് ആണെന്ന് ഓർക്കുക. ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ക്രസ്റ്റും റൂട്ടും റൗണ്ടഡ് ആണ്. ഫിഗർ ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിച്ച് ആൻഡ് ദ അതർ എലമെൻറ്റ്സ് ഓഫ് ദ ത്രെഡ്. അപ്പം പിച്ചും അതർ എലമെൻറ്റ്സും ആയിട്ടുള്ള റിലേഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ BSW ത്രെഡ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എ ഡ്രോയിങ് ബൈ ഗിവിങ് ദ മേജർ ഡയമീറ്റർ. മേജർ ഡയമീറ്ററിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം 1/2 ഇഞ്ച് BSW, 1/4 ഇഞ്ച് BSW അത് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ടേബിൾ ഇൻഡിക്കേറ്റ്സ് സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് TPI ഫോർ ഡിഫറൻറ്റ് ഡയമീറ്റർ. ആ ടേബിളിൽ TPI വെച്ചിട്ടും പറയാറുണ്ട്, അതായത് ത്രെഡ്സ് പെർ ഇഞ്ച്. ഓക്കെ, BSW ത്രെഡ് ഈസ് യൂസ് ഫോർ ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് ത്രെഡ്സ്. ഇത് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. BSW ത്രെഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് ത്രെഡ്സിലാണ് BSW യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഈ ആറിൻ്റെ വാല്യൂ. BSW ത്രെഡിൽ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 0.137 P ആണെന്നും ഈ ടോട്ടൽ H എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല, 0.96 P ആണെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് BSF ത്രെഡാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിമിലർ ടു BSW ത്രെഡാണ്, എക്സെപ്റ്റ് നമ്പർ ഓഫ് TPI ഫോർ എ പർട്ടിക്കുലർ ഡയമീറ്റർ. ഇതെന്ന് പറയുന്നത് ഫൈൻ ത്രെഡാണ്, അതായത് പിച്ചസ് വളരെ അടുത്തടുത്താണ്. നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് BSW ത്രെഡ് ഫോർ എ പർട്ടിക്കുലർ ഡയമീറ്റർ. ഫോർ എക്സാമ്പിൾ 1 ഇഞ്ച് BSW ഹാസ് 8 TPI. ഒരു 1 ഇഞ്ച് BSWക്ക് 8 TPI ആയിരിക്കും, ആൻഡ് 1 ഇഞ്ച് BSFന് 10 TPI ആയിരിക്കും. അതായത് 1 ഇഞ്ചിൽ 10 ത്രെഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അതായത് ഫൈൻ ആയിരിക്കും. ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ഫൈൻ ആയിരിക്കും, അതുകൊണ്ടാണ് തന്നെ BSF എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. ഇത് യൂസ് ചെയ്യുന്ന എവിടെയാണെന്നുള്ളതാണ്
അറിഞ്ഞിരിക്കേണ്ടത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ BSFS ആ കാര്യം ഓർത്ത് വെക്കുക. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് BSP ത്രെഡാണ്. BSP ത്രെഡ് എന്ന് പറയുന്നത് ദിസ് ത്രെഡ് ഈസ് റെക്കമെൻഡഡ് ഫോർ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിങ്സ്. അപ്പം ഇതിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി തന്നെയാണെന്ന് ഓർക്കുക. പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിങ്സിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ BSP എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റർ ഇറ്റ് ഈസ് സിമിലർ ടു BSW ത്രെഡ്. ദ ത്രെഡ് ഈസ് കട്ട് എക്സ്റ്റേണലി വിത്ത് എ സ്മോൾ ടേപ്പർ ഫോർ ദ ത്രെഡഡ് ലെങ്ത്. ഇതിലെന്ന് പറഞ്ഞൊരു സ്മോൾ ടേപ്പർ കൊടുത്തിരിക്കും. ദിസ് അവോയ്ഡ്സ് എ ലീക്കേജ് ഇൻ ദ അസംബ്ലി ആൻഡ് പ്രൊവൈഡ്സ് ഫോർ ദ അഡ്ജസ്റ്റ്മെന്റ് വെൻ സ്ലാക്നെസ് ഈസ് ഫെൽറ്റ്. എന്തെങ്കിലും ഇളക്കം വന്നു കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്യാനും ലീക്കേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്മോൾ ടേപ്പർ BSP ത്രെഡിൽ കൊടുത്തിരിക്കുന്നതെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ. അതെന്ന് പറയുന്നത് 47.5 47.5 ഡിഗ്രിയാണ്. ഡെപ്ത് ആൻഡ് അതർ എലമെൻറ്റ്സ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്മോൾ സ്ക്രൂസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ സ്ക്രൂസിൽ യൂസ് ചെയ്യും. പിന്നെ വാച്ചിൻ്റെ സ്ക്രൂസിൽ, സ്ക്രൂസ് ഓഫ് സയൻറ്റിഫിക് അപ്പാരറ്റസ്. പിന്നെ പ്രിസിഷൻ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ലൈക്ക് മൈക്രോമീറ്റർ, വെർനിയർ കാലിപ്പർ, അവിടെയൊക്കെ ഈ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കൂടി ഓർത്ത് വെക്കുക. പിന്നെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫൈഡ് ത്രെഡാണ്. ഇപ്പോൾ യൂണിഫൈഡ് ത്രെഡ്, ഓക്കെ, യൂണിഫൈഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, ഫോർ ബോത്ത് ദ മെട്രിക് ആൻഡ് ഇഞ്ച് സീരീസ് ISO ഹാസ് ഡെവലപ്ഡ് ദിസ് ത്രെഡ്. ISO ആണ് ഈ ത്രെഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. ഇതിൻ്റെ ക്രസ്റ്റൻ റൂട്ടും ഫ്ലാറ്റ് ആണ്. ആൻഡ് ടു ദ അതർ ഡയമെൻഷൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ അതർ ഡയമെൻഷൻസ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, അന്നത്ര ഇമ്പോർട്ടൻറ്റ് ഉള്ളതല്ല. പിന്നെ ദിസ് ത്രെഡ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ ഫാസ്റ്റനിങ് പർപ്പസസ്. ഇപ്പോൾ ജനറൽ ഫാസ്റ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂണിഫൈഡ് ത്രെഡ്, ഐസോമെട്രിക് ത്രെഡ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. പിന്നെ ദിസ് ത്രെഡ് ഓഫ് മെട്രിക് സ്റ്റാൻഡേർഡ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എ ഡ്രോയിങ് ബൈ ദ ലെറ്റർ M. M എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, മെട്രിക് ത്രെഡ് ആയതുകൊണ്ട്. ഓക്കെ, ഫോളോഡ് ബൈ മേജർ ഡയമീറ്റർ ഫോർ ദ കോഴ്സ് സീരീസ്. കോഴ്സ് സീരീസിന് M14 M12 എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഇതിൽ തന്നെ ഫൈൻ സീരീസ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ പിച്ചും കൂടെ കാണും. ഓക്കെ, M14 × 1.5 എന്ന് പറയുന്നത് അതിൻ്റെ പിച്ചാണ്. M24 × 2. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ആംഗിൾ ഓഫ് മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇതെന്ന് പറയുന്നത് BSW ത്രെഡിന് സിമിലർ തന്നെയാണ്. പിന്നെ അമേരിക്കൻ നാഷണൽ ത്രെഡ് ഉണ്ട്. ഓക്കെ, അതിന് US ത്രെഡ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 60 തന്നെയാണ്. പിന്നെ അതിന് ഫ്ലാറ്റ് ക്രസ്റ്റും റൂട്ടും ആണുള്ളത്. നമുക്ക് മെട്രിക്കിൻ്റെ കേസിൽ വരാൻ നേരത്ത് റൂട്ട് റൗണ്ടാണെന്ന് കൂടി ഓർത്ത് വെക്കുക. റൂട്ട് റൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ബേസിക് ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡ്സ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ V ത്രെഡ്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് ഇനി സ്ക്വയർ ത്രെഡും ട്രപ്പിസോയിഡ് ത്രെഡ്സും ആണ് നോക്കാനുള്ളത്. ഈ V ഷേപ്പ് ആയിരിക്കും V ത്രെഡിന് ഉണ്ടായിരിക്കുക. അത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് ബോൾട്ടിൽ, നെറ്റിലും, സ്പിൻഡിൽസ് ഫോർ മൈക്രോമീറ്ററിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്ക്വയർ ആൻഡ് ട്രപ്പിസോയിഡ് ത്രെഡ്സ് ആണ്. അതിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലായിരിക്കും V ത്രെഡ്സിനെ അപേക്ഷിച്ച്. ഇതെന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാൻ V ത്രെഡ്സ്. ഓക്കെ, ദേ ആർ നോട്ട് യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് പർപ്പസ്. ഫാസ്റ്റനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ സ്ക്വയർ ത്രെഡ്സ് യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ട്രപ്പിസോയിഡ് ത്രെഡ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ സ്ക്വയർ ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫ്ലാങ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും ടു ദ ആക്സിസ് ഓഫ് ദ ത്രെഡ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിച്ച് ആൻഡ് അതർ എലമെൻറ്റ്സ് ഈസ് ഷോൺ ഇൻ ഫിഗർ. സ്ക്വയർ ത്രെഡ്സ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് മോഷൻ ഓർ പവർ സ്ക്രൂ ജാക്കിൽ യൂസ് ചെയ്യും. വൈസ് ഹാൻഡിൽസ്, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് സ്ലൈഡ്, ആക്ടിവേറ്റിംഗ് സ്ക്രൂഡ് ഷാഫ്റ്റിലൊക്കെ ഈ സ്ക്വയർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഓർക്കുക. അപ്പം ഈ സ്ക്വയർ ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് പിച്ചിൻ്റെ ഹാഫ് ആയിരിക്കും. അതുപോലെ വിഡ്ത്ത് ഓഫ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതും പിച്ചിൻ്റെ ഹാഫ് ആയിരിക്കും. വിഡ്ത്ത് ഓഫ് സ്പേസ് എന്ന് പറയുന്നതും പിച്ചിൻ്റെ ഹാഫ് ആയിരിക്കും. ഈ കാണുന്നതാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെപ്താണ് ഈ കാണിച്ചിരിക്കുന്നത്. പിച്ച് എന്ന് പറയുന്നത് അറിയാലോ, ഒരേ പോയിന്റിൻ്റെ ഇങ്ങനെ എടുക്കാൻ നേരത്തെ ഇതായിരിക്കും പിച്ച് വരുന്നത്.
നെക്സ്റ്റ് മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ്. മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ്സ് ആർ സിമിലർ ടു ഓർഡിനറി സ്ക്വയർ ത്രെഡ്സ് എക്സെപ്റ്റ് ഫോർ ദ ഡെപ്ത് ഓഫ് ദ ത്രെഡ്. ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിരിക്കും ഹാഫ് ഓഫ് ദ പിച്ച് ഓഫ് ദ ത്രെഡ്. നേരത്തെ ഹാഫ് ഓഫ് ദ പിച്ച് ആയിരുന്നു പറഞ്ഞാൽ അതിൽ കുറവായിരിക്കും ഇവിടുത്തെ ഡെപ്ത് എന്ന് പറയുന്നത്. ഡെപ്ത് വേരീസ് അക്കോർഡിംഗ് ടു ദ ആപ്ലിക്കേഷൻ. ദ ക്രസ്റ്റ് ആൻഡ് ദ ത്രെഡ് ഈസ് ചാംഫേർഡ് അറ്റ് ബോത്ത് എൻഡ്സ് ടു 45 ഡിഗ്രി. ഇപ്പോൾ ക്രസ്റ്റ് ഓഫ് ദ ത്രെഡ് ഈസ് ചാംഫേർഡ്. അപ്പോൾ അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞത് ഈ മോളിൽ കാണുന്ന ഭാഗമില്ല, ഇത് ചാംഫർ ചെയ്തിരിക്കും 45 ഡിഗ്രി. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് 45 ഡിഗ്രിയിൽ ചാംഫർ ചെയ്തിരിക്കും ടു അവോയ്ഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബർ ഉണ്ടാകുന്നതിന് തടയാനായിട്ട്. ദീസ് ത്രെഡ്സ് ആർ യൂസ്ഡ് ഫോർ വെയർ ക്വിക്ക് മോഷൻ ഈസ് റിക്വയർഡ്. ക്വിക്ക് മോഷൻ വേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഒന്നാണ് ട്രപ്പിസോഡൽ ത്രെഡ്സ്. ഓക്കെ, ട്രപ്പിസോഡൽ ത്രെഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദീസ് ത്രെഡ്സ് ഹാവ് എ പ്രൊഫൈൽ വിച്ച് ഈസ് നെയ്തർ സ്ക്വയർ ഓർ നോർ വി ത്രെഡ്. അപ്പോൾ ഇത് സ്ക്വയറും അല്ല വി ത്രെഡും അല്ലാത്ത ഫോമാണ്. ഹാവ് എ ഫോം ഓഫ് ട്രപ്പിസോഡ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ദേ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ഓർ പവർ. ഇപ്പോൾ ബേസിക്കലി ഇതിനെയൊക്കെ സ്ക്വയർ ത്രെഡിൻ്റെ ഫോമായിട്ട് തന്നെ അണ്ടറിലാണ് ഈ പറയുന്നത് ട്രപ്പിസോഡ് ത്രെഡ്സിനെയൊക്കെ. ഓക്കെ, ആക്മെ ത്രെഡ് ആയാലും ബട്ടർസ് ആയാലും സോറ്റൂത്ത് ആയാലും. ആക്മെ ത്രെഡ്, ബട്ടർസ് ത്രെഡ്, സോറ്റൂത്ത് ത്രെഡ്. ഓക്കെ, ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആക്മെ ത്രെഡ് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ പലതവണ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് 29 ആണ്. മോഡിഫിക്കേഷൻ ഓഫ് സ്ക്വയർ ത്രെഡ് ആണ്. പിന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയ്ത്തിൽ ലീഡ് സ്ക്രൂ. ഓക്കെ, പിന്നെ ആക്മെ ത്രെഡ്സ് ആർ യൂസ്ഡ് ഇൻ ലെയ്ത്ത് ലീഡ് സ്ക്രൂസ്. ദിസ് ഫോം ഓഫ് ത്രെഡ് എനേബിൾസ് ഈസി എൻഗേജ്മെന്റ് ഓഫ് ദ ഹാഫ് നട്ട്. പിന്നെ മെട്രിക് ആക്മെ ത്രെഡ് എന്ന് എടുത്തു വയ്ക്കുവാണെങ്കിൽ അവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അപ്പോൾ നമ്മൾ 29 തന്നെ പഠിച്ചാൽ മതി. മെട്രിക് എന്ന് എടുത്തു വെച്ചിട്ട് ഓപ്ഷനിൽ 30 ഉണ്ടെങ്കിൽ അത് കുത്തുക. ഓക്കെ, അപ്പം ഇതിലെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിച്ച് ആൻഡ് ദ വേരിയസ് എലമെന്റ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബട്ട്രസ് ത്രെഡ് ആണ്. ഓക്കെ, ബട്ട്രസ് ത്രെഡ്. അപ്പോൾ ഇവിടുത്തെ ഇൻ ബട്ട്രസ് ത്രെഡ് വൺ ഫ്ലാങ്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ത്രെഡ്. ഒരു ഫ്ലാങ്ക് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ത്രെഡ് ആയിരിക്കും. ആൻഡ് അതർ ഫ്ലാങ്ക് ഈസ് 45 ഡിഗ്രി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ഫ്ലാങ്ക് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറും അടുത്ത ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഇതേപോലെ 45 ഡിഗ്രി ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്നതാണ് ബട്ട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആംഗിള് പെർപെൻഡിക്കുലർ ആണ്. ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. These threads are used on the parts where pressure acts at one flank of the thread during transmission. Various elements of buttress threads. These threads are used in power press, carpentry vices, gun breeches, ratchet-ലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ബട്ട്രസ് ത്രെഡ് ആണെന്ന് ഓർക്കുക. കാർപ്പൻട്രി വൈസസ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, കാർപ്പൻട്രി വൈസസിൽ വൈസ്, സ്പിൻഡിൽസ്, റാച്ചറ്റ് ഇവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ബട്ട്രസ് ത്രെഡ് ആണ്. ഓക്കെ, പിന്നെ ഇതെന്ന് പറയുന്ന പവർ ട്രാൻസ്മിഷൻ ഇൻ വൺ ഡയറക്ഷൻ. ആ കാര്യം കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അമേരിക്കൻ നാഷണൽ ത്രെഡ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് ISO യൂണിഫൈഡ് ത്രെഡിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഒബ്സലേറ്റ് ആയി പോയതാണ്. ഓക്കെ, അത് വി ത്രെഡിൻ്റെ കേസിലാണ് വരുന്നത്. പിന്നെ സോ ടൂത്ത് ത്രെഡാണ്. അതെന്ന് പറയുന്നത് ബട്ട്രസ് ത്രെഡിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇൻ ദിസ് ത്രെഡ് ദ ഫ്ലാങ്ക് ടേക്കിംഗ് ദ ലോഡ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 3 ഡിഗ്രി വേർ ആസ് ദ ഫ്ലാങ്ക് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി. ഇവിടെ എന്ന് പറയുന്നത് സോ ടൂത്ത് ത്രെഡ് എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ ഫിഗർ നെക്സ്റ്റ് പേജിലാണെന്നോ. ഓക്കെ, സോ ടൂത്ത് ത്രെഡ് എന്ന് പറയാൻ നേരത്ത് ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഒരു സൈഡിൽ 3 ഡിഗ്രിയുടെ ചരിവും മറ്റേ സൈഡിൽ ഒരു 30 ഡിഗ്രി ഇൻക്ലിനേഷനും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദ പ്രൊപ്പോർഷനേറ്റ് വാല്യൂസ് ഓഫ് ദ ഡയമെൻഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ പിച്ച്. നമുക്ക് നെക്സ്റ്റ് ഫിഗറിൽ സോ ടൂത്ത് ത്രെഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാൻ നേരത്ത് ഇവിടെ എന്ന് പറയുന്നത് ഓക്കെ ഒരു 3 ഡിഗ്രി ആയിരിക്കും ഇൻക്ലിനേഷൻ വന്നിരിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും അവിടെ ഇൻക്ലിനേഷൻ വന്നിരിക്കുന്നത്. അതാണ് ഈ സോ ടൂത്ത് ത്രെഡിൻ്റെ പ്രത്യേകത. ഇതും വൺ ഡയറക്ഷനിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വൺ ഡയറക്ഷണൽ വാൽവ് പോലെ ഒരു സൈഡിലേക്ക് മാത്രമേ അത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ, ബാക്കിലോട്ട് അത് ലോക്ക് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേം ത്രെഡിനെ കുറിച്ചാണ്. വേം ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ വേം ഷാഫ്റ്റ് വേം വീല് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ആ വേം ഷാഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ത്രെഡ് ഫോമിനെയാണ് വേം ത്രെഡ് എന്ന് പറയുന്നത്. സിമിലർ ടു ആക്മെ ത്രെഡ് ഇൻ ഷേപ്പ് ബട്ട്
depth of thread is more than that of Acme thread. This thread is cut on the worm shaft which engages with the worm wheel. പിന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് റിഡക്ഷൻ, ഹൈ റേറ്റ് ഓഫ് സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. worm wheel and worm shaft are used in places where motion is to be transmitted between shaft at right angles. അപ്പോൾ റൈറ്റ് ആംഗിൾസിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് worm thread യൂസ് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വണ്ണാണ് നക്കിൾ ത്രെഡ്. നക്കിൾ ത്രെഡ് ആണ് നെക്സ്റ്റ്. ഷേപ്പ് ഓഫ് ദ നക്കിൾ ത്രെഡ് ഈസ് നോട്ട് ട്രപ്പിസോഡൽ ബട്ട് ഇറ്റ് ഹാസ് എ റൗണ്ടഡ് ഷേപ്പ്. അപ്പോൾ ഈ നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് അതിനൊരു റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും. ഓക്കെ, നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് ഇതേപോലെ റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതും സ്ക്വയർ ഫോമിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ്, സ്ക്വയർ ത്രെഡിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് തന്നെയാണ് പറയുന്നത്. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് റൗണ്ടഡ് ഷേപ്പ് ആയിരിക്കും. ഇതിനെന്ന് പറയുന്നത് ലിമിറ്റഡ് ആപ്ലിക്കേഷൻ ആണുള്ളത്. നക്കിൾ ത്രെഡിൻ്റെ ഫോംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാൽവ് സ്പിൻഡിൽസ്, റെയിൽവേ കാരേജ് കപ്ലിംഗ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. റെയിൽവേ കാരേജ് കപ്ലിംഗ്, പിന്നെ ഹോസ് കണക്ഷൻ. ഇത് കൂടാതെ നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് ഹൈഡ്രൻ്റ് നെക്ക്, അതായത് നമ്മുടെ ഹൈഡ്രൻറ്റിൻ്റെയൊക്കെ നെക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ബോട്ടിൽസ്, ഓക്കെ, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ബോട്ടിൽസിൻ്റെ അവിടെ വരുന്ന ത്രെഡ്. പിന്നെ ലാർജ് മോൾഡഡ് ഇൻസുലേറ്റേഴ്സ്, പിന്നെ ഇലക്ട്രിക്കൽ ബൾബില്ലേ, നമുക്ക് ത്രെഡുള്ള ഇലക്ട്രിക് ബൾബ് കാണും. ഓക്കെ, അതിൻ്റെയൊക്കെ ഈ പിരിച്ചു കയറ്റുന്ന ബൾബ് കണ്ടിട്ടില്ലേ, ത്രെഡുള്ള, അതിലൊക്കെ ഈ നക്കിൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നക്കിൾ ത്രെഡിൻ്റെ കേസ് റെയിൽവേ കാരേജ് കപ്ലിങ് PYQ ആണ് നോട്ട് ചെയ്യുക. ആക്മെ ത്രെഡ് 29 ഡിഗ്രി അത് നോട്ട് ചെയ്യുക. പിന്നെ ബട്ടർസ് ത്രെഡ് എന്ന് പറയുന്നത് കാർപ്പൻട്രി വൈസ് ആ കാര്യം ഓർക്കുക. പിന്നെ 45 ഡിഗ്രി ആംഗിള്, പിന്നെ 1 ഡയറക്ഷനിലാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇപ്പം സോ ടൂത്ത് ത്രെഡിൻ്റെ കാര്യം അതേപോലെ 3 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെട്രിക് ത്രെഡിൻ്റെ കേസിൽ റൂട്ട് എന്ന് പറയുന്നത് റൗണ്ടഡ് ആണ്. യൂണിഫൈഡ് ത്രെഡിൽ അത് ഫ്ലാറ്റഡ് ആണ്. ആ രീതിയിൽ നോക്കുക. പിന്നെ BSP ത്രെഡ്, BSF, BSW ഇതിൻ്റെയൊക്കെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 55 ആണ്. BA ത്രെഡിൽ വരുന്നത് 47.5 ആണ്. പിന്നെ അത് പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്, വാച്ച്, സ്ക്രൂസ്, വാച്ചിൻ്റെ സ്ക്രൂസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.